Welcome back to our YouTube channel. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi al-faizin. Amma ba'du. Fa'usikum wa iyaya awwalan bittaqwallah. In uridu illa al-islaha mastata'at illa billah. Alayhi tawakkaltu wa ilayhi unib. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله مولانا العظيم. عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم لعل الله اطلع على أهل بدر فقال اعملوا ما شئتم وقد وجبت لكم الجنة وفي رواية فقد غفرت لكم. صدق رسول الله صلى الله عليه وسلم. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുസ്ലിം സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇതുവരെ അനുഷ്ഠിച്ചതായ നോമ്പുകളെയും തറാവീഹ് നമസ്കാരങ്ങളെയും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുവാനും തറാവീഹ് നമസ്കരിക്കുവാനും എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ മുറ പോലെ പ്രവർത്തിക്കുവാൻ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബദ്ർ യുദ്ധത്തിനെ പറ്റിയും ബദരീങ്ങളെപ്പറ്റിയും ഒരു അല്പം സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് അവസരമുണ്ടാക്കി തന്ന നമ്മുടെ നാട്ടിലെ രണ്ട് യുവാക്കൾ പുതുതായി ഉണ്ടാക്കിയതായ ഒരു ചാനലാണ് കൈസ് ഗേലർ. ഒന്ന് ഷംസുദ്ദീൻ, എൻ്റെ പെങ്ങളുടെ മകനുമാണ്. മറ്റൊന്ന് എൻ്റെ ആത്മസുഹൃത്തായ ഷുക്കൂർ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ മകൻ ഷബീറാണ്. ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് കാമിൽ സഖാഫി അദ്ദേഹത്തിൻ്റെ കാക്കാൻ്റെ മകനാണ്, പെങ്ങളെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഷബീർ. രണ്ടുപേരും പുതുതായി ഉണ്ടാക്കിയതായ ഒരു ചാനലാണിത്. നല്ലതായ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം കേൾക്കുന്നതായ എന്നോട് ബന്ധപ്പെട്ടവരും ശിഷ്യന്മാരും അല്ലാത്തവരും എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും
എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാവരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ, അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നവരുടെ കൂലി പോലത്തതായ കൂലി അവർക്കുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലു അജ്രി ഫായിലിഹി. ഒരു ഖൈറായ കാര്യത്തിൻ്റെ മേൽ ഒരാൾ അറിയിച്ചു കൊടുത്താൽ അതിനെ പ്രവർത്തിക്കുന്നവരുടെ കൂലി പോലത്തെ കൂലി ഈ അറിയിച്ചു കൊടുത്ത ആൾക്കും ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എത്തിച്ചു കൊടുക്കുകയും അത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. എന്നാൽ യുദ്ധമെന്ന് പറയുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നല്ല. യുദ്ധത്തിന് വേണ്ടി ഒരിക്കലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് യുദ്ധം ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ 70ഓളം വരുന്നതായ ആയത്തുകളിൽ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു നിരോധിച്ചത്. യുദ്ധം പാടില്ല, യുദ്ധം ചെയ്യരുത് എന്നാണ്. നിർബന്ധ സാഹചര്യത്തിൽ മാത്രമാണ് യുദ്ധത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത്. 13 കൊല്ലം മക്കയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ആ സമയത്തെല്ലാം ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് പല നിരക്കുള്ള ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതായ സമയത്ത് ചീഞ്ഞിക്കിടക്കുന്നതായ ഒട്ടകത്തിൻ്റെ കുഴൽമാല എടുത്തുകൊടുന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ചങ്കിലിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ആ ശത്രുക്കളെ എതിർക്കാൻ വേണ്ടി കൽപ്പിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് വേണ്ടി അനുവദിച്ചില്ല. വിശ്വാസികളായ സത്യവിശ്വാസികളെ ശത്രുക്കൾ പല നിലക്കും ഉപദ്രവിച്ചു, ഇടങ്ങേറാക്കി. മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവായ യാസിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ മാതാവായ സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അദ്ദേഹത്തിൻ്റെ സഹോദരനായ അബ്ദുള്ള, ഇവരെല്ലാം കൂട്ടത്തോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മക്കാ മുശ്രിക്കുകൾ പല നിലക്കും അവരെ ഇടങ്ങേറാക്കി, ഉപദ്രവിച്ചു, പല ശിക്ഷകളും നൽകി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഈ ഇടങ്ങേറാക്കുന്നത് കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്റൻ ആല യാസിർ ഇന്ന മൗഇദക്കുമുൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗം നൽകും. ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന് വലിയതായ തീക്കുണ്ടാക്കി
അതിയിലിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, യാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ അമ്മാർ കമാ കുന്തി അലാ ഖലീലില്ലാഹി ഇബ്രാഹീം. ಈ ವಿಡಿಯೋವನ್ನು ವೀಕ್ಷಿಸಿದ ವೀಕ್ಷಕರೇ, ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ ಹಾಗೂ ಕಮೆಂಟ್ ಮೂಲಕ ನಿಮ್ಮ ಅಭಿಪ್ರಾಯಗಳನ್ನು ತಿಳಿಸಿ.